എല്ലാവർക്കും ശ്രീസ് വേൾഡ് ഓഫ് പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുംബൈയിലെ ഫേമസ് വടാപ്പാവ് റെസിപ്പി ആയിട്ടാണ്. നമുക്കും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാട്ടോ. നമുക്ക് കാണുമ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് വേണം തോന്നും. പക്ഷെ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഈവനിങ് സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസും അതിൻ്റെ കടകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പാവം കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല. എന്നാൽ കൂടിയും കിട്ടുവാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. നല്ലൊരു ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ റെയറായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് പാവ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാവും. അതിപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 1.5 കപ്പ് കടലമാവാണ്. അതിപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടലമാവ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിനാണ്. പിന്നെ കരിവേപ്പില വേണം, മല്ലിയില വേണം. പിന്നെ ഒന്ന് നീരെടുക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ, അതിപ്പോൾ പകുതി നാരങ്ങ തന്നെ മതി കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ കടുക്. പിന്നെ നമുക്ക് വേണ്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ട് പേസ്റ്റ് വേണ്ട, ചതച്ചെടുത്താൽ മാത്രം മതി. പിന്നെ വേണ്ടിയിരിക്കുന്നത് നമുക്ക് 4 പൊട്ടറ്റോ 4 വിസിൽ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ആണോ നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ട് പാവ്, പിന്നെ കൊല്ലമുളക് നന്നായിട്ട് ചതച്ചിരിക്കുന്നത്, പിന്നെ കായത്തിൻ്റെ പൊടി ലേശം മാത്രം നമ്മൾ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ വേണ്ടിയിരിക്കുന്നത് നമുക്കൊന്ന് തളിച്ചു കൊടുക്കാനോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് സൈഡിലേക്ക് മറ്റു വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം വരുവാണെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് തന്നെ ഈവനിങ്ങിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്നാക്ക് കൂടിയാണ് ഈ വടാപ്പാവ്. ഇപ്പോൾ പുറത്ത് പോയിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പോവാണ്. മിക്സിയിൽ അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മളിന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കേട്ടോ. ഒരു കറക്കിയേ മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഫൈൻ പേസ്റ്റായി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ മിക്സി യൂസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചാലും മാത്രം മതി. അപ്പോൾ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കടലമാവാണ്. കടലമാവിൻ്റെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊരു ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് ലേശം കായത്തിൻ്റെ പൊടി മാത്രമാണ്. അതിപ്പോൾ LGയുടെ ഞാൻ പൊടിയാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്, മഞ്ഞക്കായത്തിൻ്റെ പൊടി അല്ല കേട്ടോ. അതും വളരെ ലേശം മാത്രം, ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഒരു മീഡിയം ലെവൽ കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ടിരിക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ മാത്രം മതി, കൂടുതലായിട്ട് വേണ്ട. നമ്മൾ എന്തെങ്കിലും ക്രിസ്പി സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ നേരത്തിൽ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ഉണ്ടോ, അല്ലെങ്കിൽ പഴംപൊരി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ഇതാണ് വേണ്ടത്. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം ചേർത്തുകൊണ്ടിരിക്കാം. കൂടുതലായിട്ട് വെള്ളം മയം പോയി കഴിഞ്ഞാൽ നമ്മൾ മുക്കി എടുക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. നന്നായിട്ട് ഇളക്കി നമുക്കത് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കൂടുതൽ വെള്ളമാവാണ്ട് നല്ലൊരു മീഡിയം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർക്കാം. അതിപ്പോൾ കായ് വീണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കായ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കയ്പൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പിന്നെ നമുക്ക് എടുത്ത് കളയോ എന്തെങ്കിലും ചെയ്യാം. എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കൂടിയും കുഴപ്പമൊന്നുമില്ല, കയ്പൊന്നും വരുമൊന്നുമില്ല. നന്നായിട്ട് അതും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാനിലേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ലേശം നമുക്കൊന്ന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് കുറച്ചായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ കറിവേപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായി വരണുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കരിവേപ്പിലയും മല്ലിയിലേക്ക് ചേർക്കാം.
എത്രയോ മല്ലിയില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണോ ഒന്ന് പൊട്ടി തുടങ്ങിയേക്കണേ. ഇനി നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതിൻ്റെ ആ ഒരു ചതച്ച് വെച്ചതും കൂടെ ചേർക്കാം. പിന്നെ ഇനി കൊല്ലമുളകിൻ്റെ ചതച്ചതും കൂടെ ചേർക്കാം ഇതിലേക്ക്. ഇതിപ്പോൾ കുറച്ചത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ ആ മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ആ മണം മാറുന്നതിന് മുമ്പ് നമ്മൾ പൊടി ഒന്നും തന്നെ ചേർക്കരുത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പൊടി നമ്മൾ ചേർത്താൽ മതി. നന്നായിട്ട് നല്ല മണം വന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ ബാക്കിയുള്ള പൊടിയൊക്കെ ചേർക്കാനുള്ള ടൈം ആയിട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ 3 പൊടിയാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഈ 3 പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാരണം വടാപ്പാവിന് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ രസം ഉണ്ടാവില്ല, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുതൽ സ്പൈസ് ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വടാപ്പാവിന്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർക്കാണ്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ആ ഒരു കൊല്ലമുളകിൻ്റെയും കൂടെ ആ ഒരു സ്പൈസ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പൊട്ടറ്റോ നന്നായിട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ അടച്ചൊടിച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ചില പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ 4 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4 വിസിലിൽ തന്നെ നമ്മളൊന്ന് വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് 4 5 പൊട്ടറ്റോ നമുക്ക് എടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ആ സ്പൈസസും ആ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആംചൂർ പൗഡർ എന്ന് പറയും, അതുപോലെ എന്താ വെച്ചാൽ ഈ നമ്മുടെ മാങ്ങയുടെ ഒരു പൗഡറാണ്. അതും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും അവൈലബിൾ അല്ല, അപ്പോൾ കടയിൽ നിന്നൊന്നും കിട്ടാനില്ല അത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനത് ചേർത്തിട്ടില്ല. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മണമാണ് നമ്മളത് പൊട്ടറ്റവും കൂടെ കഴിഞ്ഞതിന് ശേഷം ചേർക്കുമ്പോൾ. നന്നായിട്ട് ഉടച്ചൊടിച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കണം കേട്ടോ. ബാക്കി വന്നിരിക്കുന്ന കൊല്ലമുളകിൻ്റെ ആ ചതച്ചും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഉടച്ച് കഴിഞ്ഞൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. നമുക്കൊന്ന് ബോൾ പോലെ ഉരുട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്നിനി ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ട് അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ വട നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പം അതിന് നമുക്ക് ആവശ്യത്തിന് ആ ഒരു കുറച്ചൊരു കുഞ്ഞു സൈസ് അല്ലെങ്കിൽ വലിയ സൈസ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് വട ഉണ്ടാക്കാം. ആക്ച്വലി ഇത് വടാപ്പാവിൻ്റെ നമ്മൾ ആ ഉണ്ടാന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ചെറിയൊരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെറിയൊരു ഉണ്ടയായാലും വലിയ ഉണ്ടയായാലും നമ്മൾ മാവിൽ മുക്കി ചെയ്യുന്ന സമയത്ത് അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് വലുതാവും അത്. അതുകൊണ്ട് ഏത് സൈസിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് ഉണ്ട ഉരുട്ടാം. കുഞ്ഞു ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. വലിയ ഉണ്ടയാവാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളെ പൊട്ടറ്റോയുടെ മിക്സ് നമുക്ക് തീർന്നു പോകുമല്ലോ. അപ്പോൾ പാവ് ഉള്ള അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങനെ തയ്യാറാക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ ഈ ഒരു മീഡിയം സൈസ് ഉണ്ടയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാക്കി വെക്കാം.
ഈ ഉണ്ട ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊന്ന് വേറൊരു ഫ്രൈ പാനിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾ ഓയിലും വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. കാരണം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമുക്ക് ആവശ്യത്തിന് തന്നെ നമുക്ക് ഓയിൽ ചേർക്കാം കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി, വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കടലമാവിലേക്കൊന്ന് മുക്കാൻ പോവാണ്. ഇത് നമ്മളൊന്ന് പരത്തി കൊടുത്തിട്ട് മുക്കിയാലും മതി കേട്ടോ, അതല്ലാണ്ട് ഉണ്ട രൂപത്തിൽ തന്നെ നമ്മൾ മുക്കിയെടുത്താലും മതി. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ചൂടായതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് മുക്കി നമ്മൾ ചെയ്യാൻ നേരത്ത് കുറച്ച് ടൈം എടുക്കും, എന്നാലും അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ മുക്കി വെക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഓരോന്നോരോന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് തന്നെ വയ്ക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ അറ്റ് എ ടൈം ഞാൻ 4 ഉണ്ടയാണ് നമ്മൾ അങ്ങനെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വച്ചേക്കുവാണ്. നന്നായിട്ട് അത് അവിടെ കിടന്നിട്ടൊന്ന് വെന്തോളും. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തോളും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് അത് ക്രിസ്പി ആയിട്ട് പോകും. പക്ഷെ ഉള്ളൊന്നും ഒട്ടും തന്നെ വെന്തിട്ടും ഉണ്ടാവില്ല, കളറും ചേഞ്ചായി പോവും. ഇതിന്റെ കളർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിന്റെ വേണ്ടത്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫസ്റ്റ് പാർട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്കത് തിരിച്ചിടാം കേട്ടോ. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തിരിച്ചിടും മറിച്ചിടും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് ചെയ്യാം. പക്ഷെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്യാൻ. കാരണം കളറ് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും, ഉള്ളൊക്കെ ഒട്ടും തന്നെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ നമ്മൾ 10-12 മിനിറ്റ് ഇതുപോലെ തന്നെ നമ്മൾ കിടത്തുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടും തിരിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനങ്ങനെ തിരിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് കോരി എടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറും 10-12 മിനിറ്റ് മാത്രം നമ്മൾ ഇതിനെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ആ വട റെഡി ആയിട്ട് വരും. കൂടുതലായിട്ട് നമ്മൾ നേരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ വടാപ്പാവിൻ്റെ വടയായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറ് വരുമ്പോൾ തന്നെ നമ്മളത് കോരിയെടുക്കണം. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അങ്ങനെ കോരിയെടുക്കാം. കണ്ടില്ല, നമ്മൾ ആദ്യം കുഴയ്ക്കാൻ നേരത്ത് ചെറിയൊരു ഉണ്ടയായിരുന്നു നമ്മൾ ആ ഒരു മാവിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വലിയ ഉണ്ട കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വടയും കൂടെ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാവിലേക്കും കൂടെ മുക്കിയിടുമ്പോഴാണ് ടൈം പോണത്. അങ്ങനെ നമ്മുടെ വടയും പാവവും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാവിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇതൊന്ന് ഇട്ട് സെറ്റ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആവാൻ നേരത്ത് ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ വലിയവർക്ക് ആവാൻ നേരത്ത് തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നടിച്ച് ആ ഒരു ചട്നി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് വറുത്ത് അങ്ങനെ ചെയ്താലൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുംബൈയിലെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. ഈവനിങ്ങിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പാവ് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളെയാണ്. അപ്പോൾ പാവ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഒരുക്കി വെച്ചിട്ട് പാവും കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് മാത്രമേ എരിവ് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് എരിവുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.